പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് രൂക്ഷ വെള്ളക്കെട്ട്. കടലാസ് തോണിയൊഴുകി യുവാക്കളുടെ പ്രതിഷേധം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്തും പ്രധാന റോഡുകളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വാഹന ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുകയും യാത്രക്കാർ ദുരിതത്തിലാകുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയതോടെ വ്യാപാരികൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായതായി പരാതിയുണ്ട്. മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇല്ലാത്തതും ഓടകളും കലുങ്കുകളും യഥാസമയം ശുചീകരിക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെള്ളക്കെട്ടിൽ കടലാസ് തോണിയൊഴുക്കി വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ബന്ധപ്പെട്ട അധികൃതർ വീഴ്ച വരുത്തിയെന്നും അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കി ഓടകളും ഡ്രെയിനേജ് സംവിധാനങ്ങളും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പട്ടണത്തിലെ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാൻ സമഗ്രമായ മഴവെള്ള നിർഗമന സംവിധാനം ഒരുക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നമ്മളെന്താണ് ബാക്കിൽ കാണുന്നത് ഒരു പുഴയോട് സാമീപ്യം തോന്നിക്കുന്ന ഒരു റോഡാണ്. ഈ വെള്ളം മുങ്ങി ബാക്കിൽ ഇങ്ങനെ വാഹനം പോലും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പേരാമ്പ്ര പട്ടണത്തിന് ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് സാധാരണ എല്ലാ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളും മറ്റും ഡ്രൈനേജ് ക്ലീനാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെങ്കിലും ഇപ്രാവശ്യം ആ വിധത്തില് ഈ ഡ്രൈനേജ് ക്ലീനാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം എന്താണ് ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചെറിയ മഴ കുറച്ചു നേരം പെയ്യുമ്പോഴേക്കും എന്താണ് വാഹനം പോലും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു പുഴയായി എന്താണ് ഈ റോഡ് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. നിലവിലെ UDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം ഈ നാടിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ സ്വന്തക്കാരെ പഞ്ചായത്തിലേക്ക് തിരികെ കയറ്റാനും മറ്റുള്ള സ്ഥാപനങ്ങളിലെ ആളുകളെ പിരിച്ചുവിടാനും ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും നടത്താതെ ഒരു ഘട്ടത്തിലും പേരാമ്പ്ര പോലുള്ള പട്ടണത്തിൽ എന്താണ് ഒരു അധികാര വർഗം ചെയ്യേണ്ട ഒരു പണിയും ചെയ്യാതെ സ്വന്തക്കാരെ തിരികെ കയറ്റാനും മറ്റുള്ള ആളുകളെ പിരിച്ചുവിടാനും വേണ്ടി ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് പേരാമ്പ്ര പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് ഇത്രയും നേരമായിട്ടും മഴ പെയ്ത് ഇത്രയും സമയമായിട്ടും എന്താണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വന്നു നോക്കി പോവുകയല്ലാതെ ഇതിനൊരു പരിഹാരം എന്നുള്ളവർക്ക് എന്ത് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഈ അടിയന്തര ഘട്ടത്തിൽ ഈ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എന്ത് പരിഹാര നടപടിയാണ് ഇവിടെ ചെയ്യുക എന്നുള്ള പോലും അവർക്ക് ധാരണയില്ല. ഒരിവിടെ വന്നു നോക്കിയാ വെള്ളമാണല്ലേ എന്ന് നോക്കി കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് റോഡിൽ നിന്ന് നോക്കി പോവുകയാണ് ചെയ്തത്. ഇത്രയും സമയമായിട്ട് പഞ്ചായത്തിന്റെ വേറെ അധികാരികളോ കാര്യങ്ങളോ വന്നു നോക്കിയിട്ടില്ല. ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കണം എന്ന് പോലും ഒരു അറിയില്ല. ഒരു ധാരണയുമില്ലാണ്ട് ഈ പേരാമ്പ്രയിലെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താതെ വേറെ പല കാര്യങ്ങൾക്കും താല്പര്യം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ പേരാമ്പ്ര പട്ടണത്തില് വ്യാപാരികളെയും പൊതുജനങ്ങളെയും വാഹന സൗകര്യം പോലും ഇല്ലാതെ ഒരു റോഡ് പുഴയായി നിൽക്കുമ്പോൾ അത് പരിഹരിക്കുക എങ്ങനെയാണെന്നുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളോ കൊടുക്കാതെ ഇവിടെ വന്നു നോക്കി അങ്ങ് പോവുക എന്നുള്ള ഒരു പണിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുന്നത്. ഇവരൊക്കെ എന്തിനാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇവിടെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അധികാരികൾ വന്ന് ഇതിനു വേണ്ട ഒരു പരിഹാരം ഉണ്ടാക്കണം. റോഡ് ഇങ്ങനെ രണ്ട് കൈവരിക്ക് കയറി കെട്ടി അപ്പുറത്തും ബ്ലോക്ക് ചെയ്യാനല്ല പേരാമ്പ്ര പഞ്ചായത്തില് ജനങ്ങൾ ഇവരെ അധികാരത്തിലേറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ കൂടി അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് DYFI എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും DYFI എന്നുള്ള നിലയ്ക്ക് യൂത്ത് ബ്രിഗേഡും കൂടി ഈ ഘട്ടത്തിൽ സജ്ജമാകും. നമ്മൾ ഏതെങ്കിലും വിഭാഗത്തിനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി പോവുക എന്നുള്ളതല്ല. ഏതെങ്കിലും ടീമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ യൂത്ത് ബ്രിഗേഡ് എന്നുള്ള നിലയ്ക്ക് DYFI പ്രവർത്തകർ സജ്ജമാണ് എന്ന് കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്.